ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണം നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണ് തന്റെ പോരാട്ടമെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ. പവർ ഗ്രൂപ്പിലെ ചിലരുടെ സാമ്പത്തിക ക്രമക്കേട് ചോദ്യം ചെയ്തപ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. താൻ ഉള്ളിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതർ അമ്മയുടെ തലപ്പത്ത് വരില്ലെന്നും ശ്വേത മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൊച്ചിയിലേക്ക് പോകാം. മുഹമ്മദ് സ്വാലി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സ്വാലി, അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, എന്ന് മുതലാണ് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ശ്വേത മേനോൻ വിശ്വസിച്ചു തുടങ്ങിയതെന്നാണ്. കാരണം നേരത്തെ ഈ ഹേമ കമ്മിറ്റിയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ WCC ഒക്കെ ആയ ആളുകൾ തന്നെ ആ പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അന്നേ അങ്ങനെ ഒരു ഗ്രൂപ്പ്, അത് ഏത് ഗ്രൂപ്പ് എന്ന് ചോദിച്ച ശ്വേത ഇപ്പോൾ പവർ ഗ്രൂപ്പിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും ജിൽസി, അങ്ങനെ തന്നെ കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ നന്നായി ക്രാഫ്റ്റ് ചെയ്ത ഒരു തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് ശ്വേത മേനോൻ ഒരുക്കിയിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. അതായത് ഈ അമ്മ ഗ്രൂപ്പിലെ പവർ ഗ്രൂപ്പിനെതിരെ താൻ നിന്നതുകൊണ്ടാണ് താൻ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നതാണ് അവരുടെ ഭാഗം. അതോടൊപ്പം ഈ പവർ ഗ്രൂപ്പിന്റെ ചില പ്രവൃത്തികൾക്ക് ഇരയായ ആളുകളോടൊപ്പം താൻ നിന്നു, അതടക്കം അവരെ പ്രകോപിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് തനിക്കെതിരെ നേരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഈ പവർ ഗ്രൂപ്പിൽ നിന്ന് വരുന്നത് എന്നതടക്കമാണ് ഈ ആരോപണത്തിൽ, അതായത് അവരുടെ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയ വിശദീകരണം മറുപടി എന്ന നിലയ്ക്ക് തയ്യാറാക്കിയ കുറിപ്പിൽ നടത്തുന്ന ആരോപണം. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി അവർ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. അതിലൊന്ന് തനിക്ക് എതിരെ വന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഈ രാജ്യം 12 വർഷമായി ഭരിക്കുന്ന പാർട്ടിക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ കിട്ടാൻ തനിക്ക് കോടികൾ ഓഫർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ശ്വേത മേനോൻ ഈ മറുപടിയിൽ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെ രാഷ്ട്രീയമായി ഏതെങ്കിലും കള്ളിയിൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് അമ്മയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുകൂടി ശ്വേത മേനോൻ പറയുന്നു. അമ്മയെ രാഷ്ട്രീയമായും ജാതീയമായോ മതപരമായോ വിഭജിക്കാനാകില്ല, വിഭജിക്കുന്നത് വലിയ പാതകമാണ് എന്നുകൂടി ശ്വേത മേനോൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ജിൽസി പറഞ്ഞു വെച്ചതുപോലെ അമ്മയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഇനി മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സാമ്പത്തിക ആരോപണങ്ങൾക്ക് കൂടി ചില വിശദീകരണങ്ങൾ ശ്വേത മേനോൻ പറഞ്ഞു പോകുന്നുണ്ട്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ചില സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. അതിൽ വ്യക്തത തേടിയപ്പോഴാണ് തനിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നത്. ഇപ്പോൾ പാലക്കാട് MLA ഈ നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി ഉണ്ടായിരുന്ന പിഷാരടിക്കടക്കം ബോധ്യമുള്ള ചില ആരോപണങ്ങൾ, അതിൽ മറുപടി പറയാൻ ഈ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ തയ്യാറാകുന്നില്ല, പകരം തന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നതാണ് ഈ ശ്വേത മേനോന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പ്. ജിൽസി.